ഓക്കെ, നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബൂട്ട് സ്ട്രാപ്പിൻ്റെ കമ്പോണൻസ് ആണ്. ഇതിനകത്ത് സാധാരണ വരാറുള്ള കമ്പോണൻസ് ഏതൊക്കെയെ കുറിച്ച് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ആദ്യം വായിച്ച് നോക്കിയാൽ ഞാൻ കുറച്ച് സ്പീഡിലങ്ങ് വിടാം. അതായത് വേറെ ഒന്നുമില്ല, ടെക്സ്റ്റ് എന്തൊക്കെ കമ്പോണൻസ് ആണ്. ടെക്സ്റ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം, നാവിഗേഷൻ ബാർ, ഫോംസ്, അതെല്ലാം കൂടെയാണ് നമ്മൾ ഈ എന്തെന്ന് പറയുന്നത് നമ്മുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് ബൂട്ട് സ്ട്രാപ്പ് ടൈപ്പോഗ്രഫി. ബൂട്ട് സ്ട്രാപ്പ് കമ്പോണൻസ് ആർ പ്രീ ഡിസൈൻഡ്. നമുക്ക് ഒരു ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, റീയൂസബിൾ ആണ്, നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്സ് റെസ്പോൺസീവ്, ഇൻട്രാക്റ്റീവ് ആൻഡ് വിഷ്വലി കൺസിസ്റ്റൻറ്റ് വെബ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കുറേയധികം കമ്പോണൻസ്. അതിൽ ഒന്നാമത്തെ കമ്പോണൻറ്റ് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കമ്പോണൻസ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ വെച്ചാൽ ടെക്സ്റ്റ് അലൈൻമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ടൈപ്പോഗ്രഫി പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ്, ഫോണ്ടിൻ്റെ സ്റ്റൈല്, സൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്ന പേരാണ് ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. ടൈപ്പോഗ്രഫി ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ്, ഫോണ്ടിൻ്റെ സ്റ്റൈല്, സൈസ്, ഷേപ്പ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ടൈപ്പോഗ്രഫി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ടെക്സ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറയും. നമുക്കൊരു ടെക്സ്റ്റിനെ ലെഫ്റ്റ് പൊസിഷനിൽ വെക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ക്ലാസ്സാണ് ടെക്സ്റ്റ് ഹൈഫൻ സ്റ്റാർട്ട്. ഇനി സെൻറ്റർ പൊസിഷനിൽ വെക്കാനായിട്ട് ടെക്സ്റ്റ് ഹൈഫൻ സെൻറ്റർ. ഇനി അതല്ല, ടെക്സ്റ്റിനെ എൻഡ് പൊസിഷനിലേക്ക് കൊടുക്കാൻ വേണ്ടി ടെക്സ്റ്റ് ഹൈഫൻ എൻഡ്. ഈ 3 ക്ലാസ് നിങ്ങൾ ഓർക്കുക. ടെക്സ്റ്റ് ഹൈഫൻ സ്റ്റാർട്ട് ആണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വെക്കാം, നമ്മുടെ ലെഫ്റ്റ് പൊസിഷനിലേക്ക് വെക്കാം. ഇവിടെ നോക്കാം, പാരഗ്രാഫിനകത്ത് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. പാരഗ്രാഫിനകത്ത് ക്ലാസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഹൈഫൻ സ്റ്റാർട്ടാണ് നമ്മൾ കൊടുക്കുന്നത് വിചാരിക്കുക. ഇനി ഈ ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ പാരഗ്രാഫിൻ്റെ ഈ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് പൊസിഷനിലേക്ക് പാരഗ്രാഫ് അലൈൻ ചെയ്യും. ഇനി ഇത് എക്സാമ്പിളായിട്ട് നിങ്ങളിങ്ങനെ എഴുതണം. പാരഗ്രാഫിൽ ക്ലാസ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ഹൈഫൻ സെൻറ്ററാണ് കൊടുത്തിട്ട് നമ്മളൊരു പാരഗ്രാഫ് എഴുതുവാണെങ്കിൽ അത് സെൻറ്റർ പൊസിഷനിലേക്ക് അലൈൻ ചെയ്യും. പാരഗ്രാഫിൽ ടെക്സ്റ്റ് ഹൈഫൻ എൻഡ് ആണെങ്കിൽ അത് എൻഡ് പൊസിഷനിലേക്ക് അലൈൻ ചെയ്യും. ഇതെല്ലാം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതണം. ഇനി ഫോണ്ട് വെയ്റ്റ് ആൻഡ് ഇറ്റാലിക്സ് ഷേപ്പിലേക്ക് വരാനായിട്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. FW ഫോണ്ട് വെയ്റ്റ് എന്നുള്ളതാണ് FW കൊണ്ട് ഉദ്ദേശിക്കുന്നത്. FW ഹൈഫൻ ബോൾഡ് ആണെങ്കിൽ അത് ബോൾഡിലേക്ക് മാറും. FW ഹൈഫൻ ലൈറ്റ് ആണെങ്കിൽ എൻ്റെ എക്സാമ്പിൾ നോക്കാം. ഈ പാരഗ്രാഫിൻ്റെ അതിനകത്ത് ക്ലാസ് ഈക്വൽ FW ബോൾഡ് ഇങ്ങനൊരു ക്ലാസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ടെക്സ്റ്റ് എഴുതുന്നതെങ്കിൽ അത് ബോൾഡായിട്ട് മാറും. ലൈറ്റ് ആണെങ്കിൽ അതൊരു ബോൾഡിൽ നിന്ന് കുറച്ചും കൂടി ലൈറ്റ് തിക്നെസ്സിലേക്ക് മാറും. ഇറ്റാലിക്സ് ആണെങ്കിൽ FST ഹൈഫൻ ഇറ്റാലിക് ആണെങ്കിൽ ഇറ്റാലിക് ഷേപ്പിലേക്ക് മാറും. ഇത് ഫോണ്ട് സ്റ്റൈലാട്ടോ. ഇത് രണ്ടും ഫോണ്ടിൻ്റെ വിഡ്ത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇതൊരു സ്റ്റൈലാണ്. അതാണ് FST എന്നുള്ള ക്ലാസ് യൂസ് ചെയ്യുന്നത്. FST ഹൈഫൻ ഇറ്റാലിക്സ് ആണെങ്കിൽ അതൊരു ഇറ്റാലിക് ഷേപ്പിലേക്ക് ഫോണ്ടിൻ്റെ ചേഞ്ച് ആവും. ഈ ക്ലാസ്സും അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിരുന്നതാണ് എഴുതാനായിട്ട്. അപ്പം നമുക്ക് ടൈപ്പോഗ്രഫി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതണം. ഇനി ടെക്സ്റ്റ് ട്രാൻസ്ഫോർമേഷനാണ്. നമുക്ക് ടെക്സ്റ്റ് ഹൈഫൻ അപ്പർ കേസ്, ടെക്സ്റ്റ് ഹൈഫൻ ലോവർ കേസ്. നമുക്ക് അപ്പർ കേസിലേക്കും ലോവർ കേസിലേക്കും കൺവേർട്ട് ചെയ്യാനുള്ള 2 ക്ലാസ്സുകളാണ് ടെക്സ്റ്റ് ഹൈഫൻ അപ്പർ കേസും ടെക്സ്റ്റ് ഹൈഫൻ ലോവർ കേസും പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോളുക. ദെൻ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ടാണ് ടെക്സ്റ്റ് ഹൈഫൻ ക്യാപിറ്റലൈസ്ഡ്. ടെക്സ്റ്റ് ഹൈഫൻ ക്യാപിറ്റലൈസ് പറയുന്നത് എല്ലാ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും. മറ്റേത് അപ്പർ കേസ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറും. ലോവർ കേസ് ആണെങ്കിൽ എല്ലാ ലോവർ കേസ് വരും. ക്യാപിറ്റലൈസ് ആണെങ്കിൽ എല്ലാ സെൻറ്റൻസിൻ്റെയും ആദ്യത്തെ ലെറ്റർ മാത്രം എന്ത് ചെയ്യും, ക്യാപിറ്റൽ ലെറ്റർ മാറും. ടെക്സ്റ്റ് കളർ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അടുത്ത ക്ലാസ്സസാണ് ടെക്സ്റ്റ് പ്രൈമറി, ടെക്സ്റ്റ് ഹൈഫൻ പ്രൈമറി, ടെക്സ്റ്റ് ഹൈഫൻ സെക്കൻഡറി, ടെക്സ്റ്റ് ഹൈഫൻ സക്സസ്. പ്രൈമറി ആണെങ്കിൽ ബ്ലൂ കളർ, ഇതാണെങ്കിൽ ഒരു ഗ്രേ കളർ, സക്സസ് ആണെങ്കിൽ ഒരു ഗ്രീൻ കളർ, ഫെയിലർ ആണെങ്കിൽ അല്ലെങ്കിൽ ഡേഞ്ചർ ആണെങ്കിൽ റെഡ് കളർ, അങ്ങനെ വരുന്ന ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വാണിംഗ് യെല്ലോ കളർ വരും. റെസ്പോൺസീവ് ഫോണ്ട് സൈസസ് ആണ്. FS ഹൈഫൻ 1 എന്നാണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ ലാർജ് സൈസ് ഫോണ്ട് ആയിരിക്കും വരുന്നത്. ഒരു FS ഹൈഫൻ ഇത് ഇതിനിടയ്ക്കുള്ള വാല്യൂ കൊടുക്കുക. FS ഹൈഫൻ 1 ആണെങ്കിൽ ലാർജ് ഫോണ്ട് സൈറ്റ്, FS ഹൈഫൻ 2 ആണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ ചെറുതായിരിക്കും. അങ്ങനെ FS ഹൈഫൻ 6 വരെ പോകാം. ഇപ്പോൾ P ക്ലാസ് FS ഹൈഫൻ 1 എന്നൊരു ഒരു സംഭവം എഴുതുകയാണെങ്കിൽ ഇത് ഏറ്റവും ലാർജസ്റ്റ് സൈസിലുള്ള ഒരു ഫോണ്ടായിരിക്കും അവിടെ പ്രിൻ്റായി വരുന്നത്. പിന്നെ ലൈൻ ഹൈറ്റും അതിൻ്റെ സ്പേസിങ്ങും സെറ്റ് ചെയ്യാനായിട്ടുള്ള ക്ലാസ്സുകളാണ് LH ഹൈഫൻ ലൈൻ ഹൈറ്റ് എന്നുള്ള LH. SM ആണെങ്കിൽ സ്മോൾ ഹൈറ്റ് ആയിരിക്കും, ലാർജ് ആണെങ്കിൽ ലാർജ് ഹൈറ്റ് ആയിരിക്കും. മാർജിൻ ബിലോ MB ഹൈഫൻ 1 2 3 എന്നുള്ള വാല്യൂ കൊടുക്കാം. MB ഹൈഫൻ 3 ആണെങ്കിൽ നമുക്കൊരു മീഡിയം സ്പേസിങ് ഓരോന്നിനിടയ്ക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്ലാസ്സാണ് MB എന്നുള്ള ക്ലാസ് യൂസ് ചെയ്യുന്നത്. ഇനി ബട്ടൺസ് ആണ് പറയുന്നത്. ക്രിയേറ്റിംഗ് ആൻഡ് കസ്റ്റമൈസിങ് ബട്ടൺ ആണെങ്കിൽ നമുക്ക് ബട്ടൺ എന്നുള്ള ക്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പം ഇവിടെ യൂസ് ചെയ്യുന്ന ക്ലാസ് BTN പ്രൈമറി എന്നുള്ള ക്ലാസ്സാണ്. BTN പ്രൈമറി, BTN സക്സസ്, BTN ഡേഞ്ചർ, ഇങ്ങനെയുള്ള പല ക്ലാസ്സുകൾ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അത് ഓരോന്നും ഓരോ ക്ലാസ് നമ്മൾ പറയുന്നത് അതിൻ്റെ കളറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്ലാസ്സാണ് BTN പ്രൈമറി, BTN സക്സസ്, അങ്ങനെ പല ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ ഒരു ബൂട്ട് സ്റ്റാപ്പ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതാണ് BTN പ്രൈമറി, സെക്കൻഡറി, സക്സസ്, ഡേഞ്ചർ. നിങ്ങൾ ഈ ഒരു ബൂട്ട് സ്റ്റാപ്പിൻ്റെ സൈറ്റ് എടുത്തിട്ട് സെർച്ച്, ബട്ടൺ ആണെങ്കിൽ ബട്ടൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. എന്നിട്ട് അതിൻ്റെ ക്ലാസ് നോക്കുക, അതിൻ്റെ കളർ നോക്കുക കേട്ടോ. ഈസി ആയിട്ട് മൊബൈലിൽ തന്നെ നിങ്ങൾക്കത് കാണാവുന്ന കേസുള്ളൂ. ഇപ്പോൾ ലാർജ് ബട്ടൺ കസ്റ്റമൈസിങ്, നമ്മൾ ഇതിൻ്റെ ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ലോങ്ങസ്റ്റ് ഒരു ലാർജ് ബട്ടണാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ BTN LG കൊടുത്താൽ മതി. സ്മോൾ ബട്ടൺ ആണെങ്കിൽ BTN SM. ഡിഫോൾട്ട് സൈസ് ആണെങ്കിൽ നമ്മൾ ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഒരു ഡിഫോൾട്ട് ഷേപ്പിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ സൈസിലായിരിക്കും വരുന്നത്. BTN പ്രൈമറി കൊടുത്തിട്ട് BTN LG എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൈമറി ബട്ടൺ ഒരു ലാർജ് ബട്ടണായിട്ട് മാറും. ഓക്കെ നോക്കിയാൽ മതി. ദെൻ ക്രിയേറ്റിംഗ് ബേസിക് ബട്ടൺ ഗ്രൂപ്പ്, ഒരു ബട്ടൺ നമുക്ക് ഗ്രൂപ്പായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഹൊറിസോണ്ടൽ ബട്ടൺ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യാം, വെർട്ടിക്കൽ ബട്ടൺ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു ബട്ടണെ ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് BTN ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. BTN ഗ്രൂപ്പ് div class is equal to BTN ഗ്രൂപ്പ് എന്നുള്ള ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ബട്ടൺസും BTN പ്രൈമറി, BTN പ്രൈമറി, ഈ രണ്ട് ബട്ടൺ അല്ലെങ്കിൽ താഴത്തോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ബട്ടണും ഒരു ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ആയി വരും. ഓക്കെ. ഇനി അതല്ല, നമുക്ക് ഇത് നമുക്ക് ഹൊറിസോണ്ടലായിരിക്കും. വെർട്ടിക്കലായിട്ട് ബട്ടൺ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ BTN ഗ്രൂപ്പ് -vertical എന്ന് കൊടുക്കണം. അതിൻ്റെ ക്ലാസ്സാണ് BTN ഗ്രൂപ്പ് -vertical എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം ഇങ്ങനെ താഴത്തേക്ക് ആയിരിക്കും അറേഞ്ച് ചെയ്ത് വരുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരും. മറ്റേതാണെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വരും, ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്ത് വരും, ഗ്രൂപ്പായിട്ട് വരും. ഇതൊരു ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ബട്ടൺ വേണമെങ്കിൽ അതിനെ നമ്മൾ വെർട്ടിക്കൽ ബട്ടൺ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി BTN ഗ്രൂപ്പ് വെർട്ടിക്കൽ എന്നുള്ളത് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഇതെല്ലാം ഇതിനകത്ത് കിട്ടും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ആകെ തന്നെ ഓപ്ഷനുണ്ട്. ഇതിൻ്റെ താഴത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് കാണാം. സൈസ്, ഡിസേബിൾഡ് സ്റ്റേറ്റ്, ബട്ടൺ ഗ്രൂപ്പുകളെ കുറിച്ച് കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ബട്ടൺ ഗ്രൂപ്പ്, ഇത് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ബട്ടൺ ഗ്രൂപ്പ് കാണാം. ബട്ടൺ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഹൊറിസോണ്ടലിൽ എങ്ങനെ ഗ്രൂപ്പ് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതൊരു ഹൊറിസോണ്ടൽ ലെഫ്റ്റ്, മിഡിൽ, റൈറ്റ് എന്നുള്ള ഒരു ഹൊറിസോണ്ടൽ ഗ്രൂപ്പിംഗ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പല കളറാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി വെർട്ടിക്കൽ ബട്ടൺ ഗ്രൂപ്പ് വരണമെങ്കിൽ വെർട്ടിക്കൽ ബട്ടൺ ഗ്രൂപ്പ് ഇതുണ്ട്, ഇങ്ങനെ താഴത്തേക്ക് വരും. ഇങ്ങനെ വേണമെങ്കിൽ ബട്ടണെ അറേഞ്ച് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പല സ്റ്റൈലിങ്സ് ഇതിനകത്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് രണ്ട് ബട്ടൺ ഗ്രൂപ്പുകളെ കുറിച്ച് ഓർത്തിരുന്നാൽ മതി, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ബട്ടൺ ഗ്രൂപ്പ്. പിന്നെ നാവിഗേഷൻ ബാർ ആൻഡ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. ബിൽഡിംഗ് നാവിഗേഷൻ ബാർ, നമ്മൾ നാവിഗേഷൻ ബാറിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നാവ് ബാർ ഉപയോഗിച്ചാണ് നമുക്ക് നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നാവ് ബാർ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിക്കൽ നാവ് ബാർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നാവിഗേഷൻ ബാറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് എത്ര ലിസ്റ്റ് ഐറ്റംസ് വേണമെങ്കിലും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി നാവ് ബാറിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്ഷൻസ്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ഇങ്ങനെ ഈ ഓരോ മെനൂസ് നമുക്ക് ആ നാവിഗേഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത്രയൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട കുറേ കമ്പോണൻസ് ഉണ്ട്. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കമ്പോണൻസിനെ കുറിച്ച് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇതിനകത്ത് എസ്എ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള നോർമൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും ഉണ്ട്, നിങ്ങൾ നോക്കുക. അപ്പോൾ ഇത്രയുള്ള കമ്പോണൻസ്